പക്ഷെ നമ്മളിപ്പോൾ ദൈനംദിനം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഒരു പക്ഷേ അത് നമ്മളെ ജീവിതത്തോട് ഇത്ര അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മളെ എന്താണ് മൊബൈൽ എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നോക്കിയയുടെ ടച്ച് പാഡുള്ള മൊബൈലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് പല കമ്പനികളുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മളെത്തി. അപ്പോൾ അവിടെ 2014-15 കാലഘട്ടത്തിലാണ് ഈ ആപ്പിളിനെ വെല്ലുന്ന അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്പെക്ക് അതുപോലെ കോപ്പി അടിച്ചുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ചൈനീസ് ഫോൺ, അതായത് ഷവോമി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചൈനീസ് ഫോൺ ഇന്ത്യയിൽ ലോഞ്ചാകുന്ന ഈ 14-15 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു ഫുൾ ജാക്കറ്റ് പേജ് പരസ്യത്തോടു കൂടിയാണ് ഈ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചൈന ഫോണാണ്, അതത്ര ഗുണമുണ്ടാവില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഇന്ന് ഷവോമി എന്ന് പറയുന്ന കമ്പനിയുടെ വളർച്ചയെ നോക്കിക്കാണുമ്പോൾ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഈവൻ ഷവോമി മൊബൈൽ ഫോണിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ കാർ വരെ നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് അവർ വളർന്നു. സംഗതി ചൈനയാണെങ്കിലും പക്ഷേ അവർ നൽകുന്ന ഒരു സന്ദേശം ഇപ്പോൾ ലോകത്ത് തന്നെ ടെസ്ല പോലുള്ള കമ്പനികളെ പോലും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് ഈ ഷവോമിയുടെ വളർച്ച എത്തി എന്നുള്ളതാണ്. കുറച്ച് കാലഘട്ടമായിട്ടുള്ള ഒരു 3-4 വർഷങ്ങൾ കൊണ്ടാണ് അവർ കാർ വിപണന രംഗത്തേക്ക് ഇത്ര വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത്. ഈ ശരിക്കും പറഞ്ഞാൽ ഷവോമി ഒരു ആഗോളതലത്തിൽ ടെസ്ല പോലുള്ള വലിയ വലിയ കുത്തകൾ അല്ലെങ്കിൽ ആപ്പിൾ പോലുള്ള വലിയ കുത്തക കമ്പനികൾക്ക് ഒരു വെല്ലുവിളി ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ കാലത്തെ പുതിയൊരു ചർച്ചാ വിഷയം. ഇപ്പോൾ വിജേഷ് പറഞ്ഞ പോലെ ഒരു കാലത്ത് നോക്കിയയുടെ വെളിച്ചമായിരുന്നു ലോകത്തിൻ്റെ എല്ലാ തെരുവിലും ഉണ്ടായിരുന്നത്. നോക്കിയയിൽ നിന്ന് വന്ന് പിന്നീട് ഓർമ്മയുണ്ടോ, ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മുടെ തെരുവിലൊക്കെ ഉണ്ടായിരുന്നത് ആപ്പിളിൻ്റെ ഈ പാതി കടിച്ച ആപ്പിളിൻ്റെ ചിത്രമായിരുന്നു. കുട്ടികളുടെയൊക്കെ ഒരു ഐക്കണായിരുന്നു ആപ്പിൾ. എപ്പോഴും അവരുടെ ടീഷർട്ടിലും ജീൻസിലും ഒക്കെ ഉണ്ടായിരുന്ന ചിത്രമാണ്. എന്ന് വെച്ചാൽ നോക്കിയയിൽ നിന്ന് ആപ്പിളിലേക്ക് വന്നു. ആപ്പിളിൽ നിന്ന് പിന്നെ എത്തി നിൽക്കുന്ന ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് തെരുവിലും തിളങ്ങുന്ന ഒരു വർണ്ണക്കാഴ്ചയാണ് ഷിയോമി. ഇപ്പോൾ എ ആണ് സൈലൻ്റ് എന്ന് തോന്നുന്നു, അതായത് ചൈനീസ് ഭാഷ നിലക്ക് XIAMOOMI ആണ്. അപ്പോൾ അത് ചുരുക്കി MI എന്ന് മാത്രമായിട്ടെത്തി, MIയിലെത്തി. അപ്പോൾ ഈ ഷിയോമി കമ്പനിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം അതിവേഗത്തിൽ അവർക്ക് വളരാൻ പറ്റിയത്, അവർക്ക് ആപ്പിളിനെ കവച്ചു വെക്കാൻ പറ്റി, പല കാര്യങ്ങളിൽ കവച്ചു വെക്കാൻ പറ്റി. ഇപ്പോൾ ഷിയോമി കമ്പനിയുടെ പ്രതിസന്ധി എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് ഷിയോമി എങ്ങനെയാണ് വളർന്നത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചൈനയുടെ നയം മാറിയതാണ്. ചൈന ലോകത്തിലെവിടെയെങ്കിലും 4/4 ഒരു മുതലാളിയെ കണ്ടാൽ ഉടനെ അവൻ ബൂർഷ്വാസി എന്ന് പറഞ്ഞ് അവനെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ലോകത്ത് നിന്ന് ചൈന വേറൊരു ലോകം കണ്ടെത്തുകയാണ്. ഓരോ സമത്വം വരേണ്ടത് എങ്ങനെയാണ്, ഓരോ ചൈനക്കാരനെ എങ്ങനെ ഒരു കോർപ്പറേറ്റ് ആക്കി മാറ്റാം. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ മുതലാളിമാരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ മുതലാളിമാർ മുഴുവൻ ട്രില്യനേഴ്സാണ്, ഒക്കെ ചൈനീസ് കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അതുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പിന്തുണ, സഹായം ഒരുപാട് കോർപ്പറേറ്റുകൾക്കാണ് സബ്സിഡിയൊക്കെ. നമ്മളിവിടെ ആർക്കാണ് സബ്സിഡി കൊടുക്കുക? ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യർക്കാണ്, പാവങ്ങൾക്കാണ് സബ്സിഡി കൊടുക്കുക. അതിനാണ് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ അതിനുണ്ട്. പക്ഷേ ചൈനയുടെ പോളിസി നേരെ വിരുദ്ധമാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണോ അവന് കൂടുതൽ സബ്സിഡി കൊടുക്കുക, അവന് എൻഹാൻസ്മെൻറ്റ് കൊടുക്കുക, അവന് സപ്പോർട്ട് കൊടുക്കുക. അത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയാണ്. മാത്രമല്ല കോർപ്പറേറ്റുകളുടെ പരസ്യം ചൈനയിൽ സർക്കാർ പരസ്യമാണ്, ഫ്രീ ഓഫ് കോസ്റ്റാണ്. എന്നാലോചിച്ച് നോക്കൂ, ചൈനീസ് കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് ഗവൺമെൻറ് ഫ്രീ പരസ്യം കൊടുക്കുകയാണ്. അതൊന്ന്. മാത്രമല്ല ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ PRD വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പണി പുതിയ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്ന മട്ടിലുള്ള പരസ്യങ്ങൾ കണ്ടെത്തുകയാണ്. ഷിയോമി വളർന്ന അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആപ്പിളിനോട് മത്സരിച്ചു, ടെസ്ലയോട് മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വളരെ വലുതാണ്, അതിവേഗത്തിൽ വളർന്നു. 2010 ഈ കമ്പനി ഉണ്ടാകുന്നത്. 2015 കൊല്ലമായിട്ടുള്ള മൊത്തം ഉണ്ടായിട്ട്. ആദ്യം വന്നത് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ മേഖലയിലാണ്. പക്ഷേ മൊബൈൽ ഫോൺ മേഖലയിൽ അവർ നേടിയ വളർച്ച ചെറുതല്ല. ഇന്ന് അമേരിക്കൻ മൊബൈൽ ഇന്നിപ്പോൾ ലോകത്തിലെ നമ്പർ 2 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാംസങ് കഴിഞ്ഞാൽ, സാംസങ് ഇപ്പോഴും അതിൻ്റെ അധിപന്മാരായി തുടരുന്നുണ്ട്. അതിൽ ഇന്നോവേഷൻ നടക്കുന്നുണ്ട്, പുതിയ മോഡൽസ് വരുന്നുണ്ട്, പുതിയ G ഇറങ്ങുന്നതൊക്കെ സാംസങ് ആണ് ആദ്യം. പക്ഷേ ഇപ്പോൾ എങ്ങാണ്ട് 12G ഒക്കെ ആയി തോന്നുന്നു മൊബൈലിൽ. അവരുടെ നമുക്കെത്തിയിട്ടില്ല, നമുക്കിപ്പോൾ 5, 6 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സാംസങ് എൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ട് ഇപ്പോൾ ഷിയോമി.
ഈ മറ്റ് കമ്പനികളെക്കാളൊക്കെ മുന്നിലാണ് അവർ. മൊബൈൽ ഫോൺ അത് കഴിഞ്ഞ് ഷിയോമിയുടെ വേറൊരു പ്രത്യേകത, സാംസങ് പോലെ ഒരു ഉൽപ്പന്നമായിട്ട് നിന്നില്ല. ഷിയോമി അപ്പുറത്ത് ലാപ്ടോപ്പിലേക്ക് കടന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ബിജേഷ് പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ അവർ കാറ്, ഏത് കാറ്, ഇലക്ട്രിക് കാറിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ കമ്പനി ഇവർ ആപ്പിളിനോട് മത്സരിച്ചാണ് രംഗത്ത് വന്നത്. രണ്ട് കാര്യം സംഭവിച്ചു. ആപ്പിളിനേക്കാൾ മികച്ച മാർക്കറ്റ് അമേരിക്കൻ കൂട്ടത്തിൽ പോലും അവർ നേടി. ആര്? ഈ ചൈനീസ് കമ്പനി അമേരിക്കയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് കണ്ടെത്തി. അമേരിക്കക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊബൈലായി ഷിയോമി മാറി. പക്ഷേ ഒരു അപകടമുള്ളത്, പുതിയ താരിഫ് അവരെയും ബാധിച്ചു. ഇന്ത്യക്ക് മാത്രമല്ല ചൈനക്കും അമേരിക്കയുടെ ട്രംപിൻ്റെ താരിഫുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ ജനത ഉദാരമായി ചൈനീസ് ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഒക്കെ വന്നിരുന്ന ഒരു മാർക്കറ്റിൽ ഇയാൾ മതിൽ കെട്ടി തടയുമ്പോൾ അമേരിക്കൻ ജനത പോലും ട്രംപിനെതിരാകുന്നത്. അതാണ് ഒരു പ്രശ്നമുള്ളത്. രണ്ടാമത് അതും കടന്ന് മുന്നോട്ട് പോയി. അപ്പോൾ ഷിയോമി കമ്പനിയുടെ പ്രത്യേകത, ലീ ജൂൻ എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. അദ്ദേഹം ഒരു 5-6 കൂട്ടുകാരും ചേർന്നിട്ട് 2010 വലിയ വാർത്തയായിരുന്നു അത്, ലീ ജൂൻ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഷിയോമി പുതിയ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് കിടക്കുകയാണ്. അമേരിക്കയിലെ ആപ്പിളോ അങ്ങനെയുള്ള സാംസങ്ങോ ആലോചിച്ചിട്ടില്ലാത്തൊരു മേഖലയാണ് ഇലക്ട്രിക് കാറുകൾ. ഈ എസ് യു വി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കാറാണ്, സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് പറയുക. പക്ഷേ സ്പോർട്സ് കാർ എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ്, റോഡില്ലെങ്കിലും വണ്ടി ഓടിക്കാം എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. റോഡില്ലാത്ത മലമുകളിലേക്ക് ഓടിച്ച് കയറ്റാവുന്ന കാറിനാണ് നമ്മൾ എസ് യു വി. അതാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക് ആളുകളുടെ ഒരു പുതിയ ഒരു പേര് അതാണ്. അപ്പോൾ എസ് യു വി രംഗത്തേക്ക് വന്നു. എസ് യു വി രംഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത, ഇവർ നേരിട്ട അടുത്ത വെല്ലുവിളി, മൊബൈൽ ഫോൺ രംഗത്ത് അമേരിക്കൻ താരിഫ് പോലെ ഇവർക്ക് നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ്. ഷിയോമി കാറുകൾ വന്നതുപോലെ, ഷിയോമിയുടെ എസ് യു വി വന്നതുപോലെ തന്നെ സമാന്തരമായിട്ട് ലോകത്തിൽ ഒരുപാട് കമ്പനികൾ കാർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യൻ ടാറ്റ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇലക്ട്രിക് കാറുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴുള്ള രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഷിയോമി അപ്പോഴും വളർന്നു. ഷിയോമിക്ക് വളരാൻ പറ്റിയ ഏറ്റവും വലിയ സാഹചര്യം എന്തായിരുന്നു അറിയോ? ലോകത്തിൽ ഒന്ന് സർക്കാരിൻ്റെ സഹായം, രണ്ട് ലോകത്തിൽ ഏറ്റവും ആദ്യം ഇലക്ട്രിക് കാറുകൾ തേടി നടന്നതും പരതി നടന്നതും ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ചൈനക്കാരാണ്. പക്ഷേ ആദ്യം ആ കാറുകൾ മുഴുവനും പുറത്തു നിന്നാണ് വന്നത്, അമേരിക്ക ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നാണ് വന്നത്. 64%, ആദ്യത്തെ ഒരു കണക്ക് പറയുന്നത്, ഈ ലോകത്തിൽ ആദ്യമായി ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കൊല്ലം 64% ഗുണഭോക്താക്കളും ചൈനക്കാരാണ്. അപ്പോൾ എന്തായി? ഷിയോമിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി അവിടെ. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം, പുറത്തേക്ക് ഇനി അവർക്ക് വേണ്ടത് ചൈനീസ് മാർക്കറ്റല്ല, പുറമേയുള്ള മാർക്കറ്റാണ്. അതിൽ അമേരിക്ക തടയിടുന്നുണ്ട്, വലിയ തോതിൽ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഷിയോമിയെ. അതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ വരുമ്പോൾ അവർ മറ്റു മാർക്കറ്റുകൾ തേടുന്നുണ്ട്, ഇന്ത്യയിലേക്കും അവർ വരുന്നുണ്ട്. ഇന്ത്യയോട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷിയോമി കാറിൻ്റെ ഒരു വില ഏതാണ്ട് 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ഇന്ത്യൻ രൂപ വരും. അതായത് $30,000 എൻ്റെ കണക്ക്. അപ്പോൾ 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ കൊടുത്താലേ ഒരു ഷിയോമി കാർ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ടാറ്റ എപ്പോഴും ആളുകളെ ഞെട്ടിക്കുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ്, ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുത്തുകൊണ്ടാണ്. നാനോ കാർ 1 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയത് അവരാണല്ലോ, ലോകത്തെ ഞെട്ടിച്ച് കളഞ്ഞവർ. അന്ന് ആ വിലക്ക് ആരും കാർ ഉണ്ടാക്കാം. ഇപ്പോൾ അതിനെന്തോ കുറച്ച് കൂടി തോന്നുന്നു, 3 ലക്ഷം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വില കുറക്കാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തു. ഇപ്പോൾ ടാറ്റ ഇലക്ട്രിക് കാറുകൾ ഉണ്ടല്ലോ, ടാറ്റയുടെ ഇലക്ട്രിക് കാറുകൾക്കെതിരായി കൊച്ചിയിൽ പോലും വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്, വഴി കിടക്കുകയാണ്. എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ക്വാളിറ്റിയിൽ നമ്മൾ ഒപ്പം എത്തിയില്ല, ഷിയോമിയുടെ ഒപ്പം എത്തിയില്ല. അപ്പോൾ ഷിയോമിയുടെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിൽ ഇന്ത്യയുമായി ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയക്കുകയാണ്, അമേരിക്കയുടെ ഉപരോധത്തിന് പേടിക്കണ്ട, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റ് നമുക്കും തുറന്നു തരും, ചൈനയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കൂടി സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ടാറ്റയ്ക്ക് പോലും ഭീഷണി അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കൂട്ടേണ്ടി വരും. കാരണം പ്രശ്നം വളരെ സിമ്പിളാണ്. ഈ ടാറ്റയുടെ ഇലക്ട്രിക് കാറിന് 6 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും, 6-7 കൊടുത്താൽ കിട്ടും, മറ്റേതിന് 25 ലക്ഷമെങ്കിലും കൊടുക്കണം. അപ്പോൾ ക്വാളിറ്റിയിൽ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ വില കുറക്കാൻ സാധിക്കണം. അതാണ് ഷിയോമി നേരിടുന്ന പ്രശ്നം. ഷിയോമിക്ക് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റിയിൽ അവരെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ മുന്നേറുന്നുണ്ട് ലോകത്ത്, അതുകൊണ്ടാണ് അമേരിക്കയെ ബീറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അമേരിക്കക്കാർക്ക് ഈ കോസ്റ്റ് പ്രശ്നമല്ല, ഇന്ത്യക്കാർക്ക് പ്രശ്നമാണ്. അപ്പോൾ ടാറ്റയോട് 1 ലക്ഷം യൂണിറ്റുകൾ വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ള വിറ്റഴിച്ചത്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 2000, അതാണ് അത്ഭുതകരമാണ് ഷിയോമിയുടെ വളർച്ചയുടെ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റാണ് ബിജേഷ് പറഞ്ഞത്. അതായത് ഷിയോമിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വേഗതയാണ്.
അത് ഒരൊറ്റ കൊല്ലം 2024 ഈ കഴിഞ്ഞ കൊല്ലം അവർ 1,00,000 യൂണിറ്റ്, അത് എത്ര സമയം കൊണ്ട്? 8 മാസം കൊണ്ട്. 8 മാസം കൊണ്ട് 7-8 മാസം കൊണ്ട് 1,00,000 കാറ് നിർമ്മിച്ച് മാർക്കറ്റിൽ ഇറക്കുകയാണ്. എളുപ്പമല്ല, ലോകത്തിലെ ഒരു കമ്പനിക്കും എളുപ്പമല്ല. അത് അത്രയേറെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നു. അത് നാട്ടുകാരുടെ പിന്തുണയോടുകൂടി ചെയ്യുന്നു. വേറൊന്ന് സർക്കാരിൻ്റെ പിന്തുണയോടും പരസ്യത്തോടും കൂടി ചെയ്യുന്നു. പുതിയ ജനറേഷനെ ആകർഷിക്കാനുള്ള ഗംഭീരമായ പരസ്യങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ചൈന ആദ്യം ശ്രദ്ധിച്ചൊരു മാർക്കറ്റ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണത്. ലോകത്തിലെ ഏറ്റവും നല്ല കലാകാരന്മാരുള്ളത് ആഡിലാണ്. ഏറ്റവും നല്ല ബുദ്ധിമാന്മാരുള്ളത് ആഡിലാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചൈനീസ് ഒരു ആഡ് ആദ്യമായിട്ട് വന്നത് ഒരു ഐസ് കമ്പനിയുടെ പരസ്യമാണ്. എന്താ പരസ്യം എന്നറിയോ? സൈബീരിയയുടെ ഒരു തെരുവിൽ മഞ്ഞുമലകൾ മൂടിക്കിടക്കുന്നിടത്ത് ഒരു ഐസ് തുറന്നു വെക്കുന്നു. എന്നിട്ട് ഇത് വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു കച്ചവടക്കാരൻ. അത് വിൽക്കാൻ കഴിയാത്ത കച്ചവടക്കാരന് ഭൂമിയിൽ ആർക്കെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു ഉൽപ്പന്നം ആവശ്യമില്ലാത്തടത്ത് അതിൻ്റെ ആവശ്യകത ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അതാണല്ലോ അത്. വിഖ്യാതമായ പരസ്യമൊക്കെ അല്ലേ, ഒരുപാട് പരസ്യം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന വാക്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മൾബറോ സിഗരറ്റിൻ്റെ പരസ്യത്തിലാണ്. എന്താ പരസ്യം എന്നറിയോ? ശ്രദ്ധിച്ചില്ലേ? പരസ്യം ഗംഭീരമായൊരു കലയാണ്. ചൈന അതിൽ അധികായന്മാരാണിപ്പോൾ. മൾബറോ സിഗരറ്റിൻ്റെ പരസ്യം എന്ന് വെച്ചാൽ സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ്റെ പരസ്യം കൊടുത്തിട്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അടുത്ത വാക്യം എന്താണെന്നറിയോ? വളരെ ചെറുതായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം എന്താണെന്നറിയോ? അത് ഈവൻ മൾബറോ ആണെങ്കിൽ പോലും. ഇതാണ് പരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇതാണ് ഇതിൻ്റെ ഞാൻ പറയാം, പരസ്യം ഒരു വലിയ കലയാണ്. ആ രംഗത്തും ഷിയോമി വലിയ വിജയമാണ്. ഇപ്പോൾ ഷിയോമി എല്ലാ അർത്ഥത്തിലും ജനമനസ്സ് കീഴടക്കിയിരിക്കുന്നു, പുതിയ തലമുറയെ ആകർഷിച്ചിരിക്കുന്നു. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ വമ്പിച്ച പിന്തുണയുണ്ട്. അമേരിക്കൻ ഉപരോധത്തെ അവർ നേരിടുന്നുണ്ട്. ഇന്ത്യയോട് മത്സരിക്കാൻ വരുന്നു 2 കാര്യത്തിലാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് ഷിയോമിയോട് മത്സരിക്കേണ്ടി വരും. കാരണം ക്വാളിറ്റി ഉണ്ടാക്കുകയും വേണം, വില കുറയ്ക്കുകയും വേണം. വിലയിൽ ഇന്ത്യയോട് മത്സരിക്കാൻ ഷിയോമിക്ക് എളുപ്പമല്ല, പക്ഷേ ക്വാളിറ്റിയിൽ മത്സരിക്കാൻ പറ്റും. അവരുടെ ചില മോഡലുകളൊക്കെ ലോകത്തെ വമ്പൻ കാറുകളുടെ പോലെയാണ്. ഇപ്പോൾ പോർഷെ കാറിൻ്റെ ഒരു മോഡലിന് സമാനമായ ഒരു SUV7 എന്ന് പറഞ്ഞൊരു മോഡൽ. സംഭവം എന്തായാലും ഗംഭീര. ഇതിൽ 2 കാര്യമുണ്ട്. ഷിയോമിയും ഇന്ത്യയും ചേർന്ന് ഇപ്പോൾ ഒന്ന്, ഷിയോമി അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കൻ ടെക് ഉൽപ്പന്നങ്ങളെ ഇനി ലോകത്തിന് ആവശ്യമില്ല എന്ന് ഷിയോമി തെളിയിച്ചിരിക്കുന്നു. ഷിയോമിക്ക് ഏറ്റവും നല്ല മാർക്കറ്റായി ഇന്ത്യ ആവശ്യമുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഷിയോമിയുടെ ക്വാളിറ്റി നോക്കുമ്പോൾ ഇന്ത്യക്കാർക്കും അത് സ്വീകാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റും ചേർന്ന് ലോകത്തിലെ പുതിയ മാർക്കറ്റ് തേടുന്നുണ്ട്. ചൈനക്കും വേണം പുതിയ മാർക്കറ്റ്, ഇന്ത്യക്കും വേണം പുതിയ മാർക്കറ്റ്. അമേരിക്ക പാടിന് പോട്ടെ, നമ്മൾ പുതിയ ലോകം തേടിപ്പിടിക്കും. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉള്ളത് ജപ്പാനിലാണ്. ചെറിയ രാജ്യത്തല്ല കറങ്ങി നടക്കുന്നത്. RICയുടെ കൂടെ ഒരു ജെയും കൂടി ചേർന്ന് എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. റഷ്യ, ഇന്ത്യ, ചൈന, ജപ്പാൻ, ജയ് ഹിന്ദ് എന്ന് തന്നെ നമുക്ക് തിരിച്ചു വിളിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അമേരിക്കയെ നേരിടാനുള്ള യുദ്ധത്തിൽ ചൈനയും നമ്മളോടൊപ്പം ഉണ്ടാകും. ഒപ്പം ഷിയോമി കമ്പനി ഈ പുതിയ വ്യാപാര യുദ്ധത്തിന് നായകത്വം വഹിക്കും എന്നാണ് ഏറ്റവും പുതിയ മെസ്സേജ്.